ഒൻപതാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായ സുകൃതഹാരങ്ങൾ എന്ന പാഠഭാഗം നമ്മളിന്ന് അത് വായിച്ച് അതിൻ്റെ പദങ്ങളുടെ അർത്ഥവും അതിൻ്റെ ആശയവും അതിൻ്റെ കാവ്യഭംഗിയും ചർച്ച ചെയ്യുകയാണ്. മഹാകവി കുമാരനാശാൻ്റെ ചണ്ഡാല ഭിക്ഷുകിയിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഒൻപതാം ക്ലാസ്സിൽ സുകൃതഹാരങ്ങൾ എന്ന പേരിൽ പഠിക്കുവാനുള്ളത്. ഈ പാഠഭാഗം പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാകവിയെ തിരിച്ചറിയാനും അദ്ദേഹത്തിൻ്റെ കൃതികളെ ആഴത്തിൽ മനസ്സിലാക്കാനും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് കഴിയണം. കുമാരനാശാൻ്റെ കവിതകളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരുപക്ഷെ വീണപൂവ് മുതൽ നാം കേൾക്കുന്നതൊരു പുതിയ ശബ്ദവും രൂപവും ഭാവവുമാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളെ പൊതുവായി പരിശോധിച്ചാൽ ഹൃദ്യമായ വർണ്ണന, ആലോചനാമൃതമായ അലങ്കാരങ്ങൾ, ജീവിതഗന്ധിയായ തത്വചിന്തകൾ, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സ്ഥൂലവും ആഴത്തിലും പരപ്പിലുമുള്ള ഒരു ആശയലോകം അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായും ചണ്ഡാല ഭിക്ഷുകി എന്ന കാവ്യം അദ്ദേഹം എഴുതുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ ജാതി വ്യവസ്ഥയുടെ നിരർത്ഥകത പ്രപഞ്ചനം ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. മഹാകവി കുമാരനാശാൻ്റെ ചണ്ഡാല ഭിക്ഷുകി എന്ന കാവ്യം നന്നായി വായിക്കാനും മനസ്സിലാക്കാനും നമ്മൾക്ക് കഴിയണം. നമുക്ക് പാഠഭാഗം വായിച്ച് മനസ്സിലാക്കി പദങ്ങളുടെ അർത്ഥം തിരിച്ചറിഞ്ഞ് അതിൻ്റെ ആശയഭംഗിയും കാവ്യഭംഗിയും നമുക്ക് ചർച്ച ചെയ്യാം. ചണ്ഡാല ഭിക്ഷുകിയിലെ ഇതിവൃത്തം വളരെ ശ്രദ്ധേയമാണ്. 2500 വർഷം മുമ്പ് നടന്നതാണ് ചണ്ഡാല ഭിക്ഷുകിയിലെ കഥ. കവി ആദ്യം തന്നെ സ്ഥലകാലങ്ങളുടെ ഒരു സുവ്യക്ത ചിത്രം വരച്ചു കാട്ടുന്നു. ചുട്ടുപൊരിയുന്ന വെയിലിലൂടെ വാടിത്തളർന്ന ഒരു ഭിക്ഷു ശ്രാവസ്തി നഗരത്തിനടുത്തുള്ള മരുഭൂമിക്ക് തുല്യമായ ഒരു സ്ഥലത്ത് പറവകൾക്കും പാന്തർക്കും ആശ്വാസമരളിക്കൊണ്ട് നിൽക്കുന്ന ഒരു പേരാലിൻ്റെ തണലിൽ വിശ്രമാർത്ഥം വന്നു ചേരുന്നു. ശ്രീബുദ്ധൻ്റെ ശിഷ്യനായ ആനന്ദനായിരുന്നു ആഗതൻ. ഭിക്ഷു ദാഹാർത്തനാണ്. ആ സമയത്ത് യാദൃച്ഛികമായ ഒരു ചണ്ഡാല കന്യക വെള്ളം കോരുന്നതിന് ഭിക്ഷു വരുന്ന സ്ഥലത്തിനടുത്തുള്ള കിണറ്റിൻകരയിൽ എത്തിച്ചേരുന്നു. തുടർന്നുള്ള ഭാഗമാണ് ഇവിടെ പഠിക്കുവാനുള്ളത്. വരികൾ നമുക്ക് വായിച്ച് അതിൻ്റെ പദങ്ങളും അർത്ഥവും ആശയവും മനസ്സിലാക്കാം. തൂമ തേടുന്തൻ പാള കിണറ്റിലിട്ട് കോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീർ കോരി നിന്നേടിനാൾ ശ്രീമാനാം ഭിക്ഷുവങ്ങു ചെന്നർത്തിച്ചൻ. ദാഹിക്കുന്നു ഭഗിനി കൃപാരസം മോഹനം കുളിർ തണ്ണീരിതാശു നീ കോമലേ തരുത്തെല്ലെന്നതു കേട്ടൊരാ മനോഹരി അമ്പരന്നോദിനാൾ. തൂമ തേടും ഭംഗിയുള്ള ഓമൽ മനോഹരം കോമളാങ്കി സുന്ദരി നീർ വെള്ളം അർത്ഥിച്ചാൻ അവൻ അപേക്ഷിച്ചു. ഭഗിനി സഹോദരി കൃപാരസമോഹനം കൃപാരസം പോലെ മോഹനം. കുളിർ തണ്ണീർ തണുത്ത ജലം. തണ്ണീരിൻ്റെ അർത്ഥം തന്നെ തണുത്ത ജലമെന്നാണ്. ആശു വേഗം. അല്ലലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലെഴും മാര്യന്മാർ. കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാം ഇവളൊരു ചണ്ഡാലി. ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർനായകൻ തൻ്റെ കിടാത്തി ഞാൻ. ഓതിനാൻ ഭിക്ഷുവേറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി. ചോദിക്കുന്നു നീർനാവു വരണ്ടകോ ഭീതി വേണ്ട തരികതെനിക്കു നീ. എന്നുടനെ കരപുടം നീട്ടിനാൻ ചെന്നളീന മനോഹരം സുന്ദരൻ. അല്ലൽ ദാഹം മൂലമുള്ള വിഷമം. നീചനാരി താണകുലത്തിൽ ജനിച്ച സ്ത്രീ. ആചമിക്കുമോ കുടിക്കുമോ ചണ്ഡാലി ചണ്ഡാലവർഗത്തിലെ സ്ത്രീ.
കോപമേലരുതേ, കോപമുണ്ടാകരുതേ. ചാമർ നായകൻ, പറയരുടെ നേതാവ്. കിടാത്തി, മകൾ. ഓതിനാൻ, പറഞ്ഞു. വിലക്ഷൻ, പ്രത്യേക ഉദ്ദേശമൊന്നുമില്ലാത്തവൻ. ഭീതി, ഭയം. കരപുടം, കൈക്കുമ്പിൾ. ചെന്നളിന മനോഹരം, ചെന്താമര പോലെ മനോഹരം. പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ, തന്നിയാണവൾ കല്ലല്ലിരുമ്പല്ല. കറ്റക്കാർ കൂന്തൽ മൂടിത്തലവഴി, മുറ്റുമാസ്യം മറഞ്ഞു കിടക്കുന്ന. ചാരുസാരിയൊതുക്കി ചെറുചിരി, ചോരും ചോരിവ ചെറ്റു വിടർത്തവൾ. പാരം വിസ്മയമാർന്നു വിസ്ഫാരിത, താരയായി തെല്ലു നിന്നു മൈക്കണ്ണിയാൾ. തന്നി, സുന്ദരി. കറ്റക്കാർ കൂന്തൽ, കാർമേഘം പോലെ കറുത്ത തലമുടി. മുറ്റും, മുഴുവൻ. ആസ്യം, മുഖം. ചെറുചിരി ചോരും, പുഞ്ചിരി പൊഴിയുന്ന. ചോരിവ, ചെഞ്ചുണ്ട്. ചെറ്റ്, അല്പം. പാരം, വളരെ. വിസ്ഫാരിതം, നല്ലവണ്ണം വികസിച്ച. താര, കൃഷ്ണമണി. വിസ്ഫാരിത താര, അത്ഭുതം കൊണ്ട് വിടർന്ന മിഴികളോടു കൂടിയവൾ. മൈക്കണ്ണി, സുന്ദരി. ചോരച്ചന്തളിരഞ്ചുമരുണാംശു പൂരത്താൽ മേനി മൂടി പുലർച്ചയിൽ, വണ്ടിണ ചെന്നു മുട്ടി വിടർന്ന ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ. പിന്നെ കൈത്താർ വിറയ്ക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി. മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ. ആർത്തിയാൽ ഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നിതേ മെല്ലെ കുനിഞ്ഞവൾ. പുണ്യശാലിനി നീ പകർന്നിടും ഈ തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും. അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിന്നന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം. ചോരച്ചെന്തളിരഞ്ചും, ചോര പോലെ ചെമന്ന തളിരിന് തുല്യം മനോഹരം. അരുണാംശുപൂരം, സൂര്യരശ്മികളുടെ കൂട്ടം. ചെന്തണ്ടലരല്ലി, ചെന്താമരപ്പൂവിൻ്റെ കേസരം. മനോജ്ഞം, മനോഹരം. കാന്തി, ശോഭ. വാർത്തു, ഒഴുക്കി. പുണ്യശാലിനി, പുണ്യവതി. അന്തമറ്റ, അവസാനമില്ലാത്ത. സുഹൃതഹാരങ്ങൾ, പുണ്യമാകുന്ന മാലകൾ. ഇനി പാഠഭാഗത്തിൻ്റെ ആശയം നമുക്കൊന്ന് ചുരുക്കി മനസ്സിലാക്കാം. ചണ്ടാല യുവതിയുടെ അടുക്കൽ ആനന്ദഭിക്ഷു ചെന്ന് കുടിക്കാൻ ജലം ചോദിക്കുന്നു. യതിവര്യൻ്റെ ചോദ്യം അവളെ പരിഭ്രമിപ്പിച്ചു. താൻ നീചകുലജാതയാണെന്നും ഉയർന്ന ജാതിയിലുള്ളവർക്ക് ജലം കൊടുക്കുന്നത് പാപമാണെന്നും അവൾ പറയുന്നു. താൻ ജാതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അത്ര പരിഗണിക്കുന്നില്ലെന്നും തനിക്ക് ജലമാണ് ആവശ്യമെന്നും ഭിക്ഷു മറുപടി പറഞ്ഞു. ആർദ്രചിത്തയായ ചണ്ടാലി ജലം നൽകുന്നു. അവളുടെ ഹൃദയമാകട്ടെ പറഞ്ഞറിയിക്കാനാകാത്ത ചില അനുഭൂതികൾക്ക് വശംവദമായി. ആൽത്തറയിൽ വികാരവായ്പോടെ നോക്കിക്കൊണ്ട് അവൾ കുറേ നേരം നിൽക്കുകയാണ്. പാഠഭാഗത്തിലെ ചില വരികളുടെ ആശയം ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ ആ വരികളും അതിലെ ആശയവും പറയുകയാണ്. ചോരച്ചെന്തളിരഞ്ചും അരുണാംശു പൂരത്താൽ മേനി മൂടി പുലർച്ചയിൽ, വണ്ടിണ ചെന്നു മുട്ടി വിടർന്ന ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ. ജലം ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ആനന്ദഭിക്ഷുവിൻ്റെ മുൻപിൽ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് അത്ഭുതപൂർവ്വം നിൽക്കുന്ന ചണ്ടാലിയുടെ സുന്ദരമായൊരു ചിത്രമാണ് കുമാരനാശാൻ ഈ വരികളിലൂടെ അവതരിപ്പിക്കുന്നത്. മനോഹരമായ മുഖം മൂടിക്കിടക്കുന്ന സാരി ഒതുക്കി, പുഞ്ചിരി പൊഴിയുന്ന ചോരിവ അല്പം വിടർത്തി, അത്ഭുതം പൂണ്ട് വികസിതമായ കൃഷ്ണമണികളോടുകൂടി അവൾ അല്പനേരം നിന്നു. അവളുടെ ആ നില ചോര പോലെ ചെമന്ന തളിരിൻ്റെ ശോഭ വഹിക്കുന്ന അരുണകിരണ സമൂഹത്താൽ ശരീരം മുഴുവൻ മൂടി. രണ്ട് വണ്ടുകൾ ചെന്ന് മുട്ടി
പ്രഭാതകാലത്ത് വിടർന്ന ചെന്താമരപ്പൂവല്ലി കാണിച്ചു നിൽക്കുന്നതിന് തുല്യമായിരുന്നു. നായികയായ മാതങ്കിയെ ചെന്താമരപ്പൂവിനോടും സാരിയെ സൂര്യകിരണങ്ങളോടും വിസ്ഫാരിതങ്ങളായ കൃഷ്ണമണികളെ വണ്ടിണയോടും ചോരിവായെ അല്ലിയോടും ഉപമിച്ചിരിക്കുന്നതിനാൽ അലങ്കാരം ഇവിടെ ഉപമയാണ്. പുലർച്ചയിലെ ചെന്താമരപ്പൂവിനോട് മാതങ്കിയെ ഉപമിച്ചിരിക്കുന്നതിൽ നിന്നും അവളുടെ സൗന്ദര്യത്തിൻ്റെ നവത്വവും ആകർഷകത്വവും ഭംഗിയായി ഇവിടെ വ്യഞ്ചിപ്പിക്കുന്നു. പുണ്യശാലിനി നീ പകർന്നീടുമീ തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതകാരങ്ങൾ നിന്നെ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം. ആനന്ദഭിക്ഷുവിൻ്റെ അഭ്യർത്ഥനയനുസരിച്ച് മാതങ്കി അയാൾക്ക് ജലം നൽകുന്നു. ആ പുണ്യതമമായ കർമ്മത്തിൻ്റെ മഹനീയതയാണ് കവി ഇവിടെ പ്രശംസിക്കുന്നത്. അല്ലയോ പുണ്യശാലിനി, ഭിക്ഷുവിൻ്റെ കയ്യിലേക്ക് നീ ഒഴിച്ചു കൊടുക്കുന്ന ജലത്തിൻ്റെ ഓരോ തുള്ളിയും മഹാപുണ്യമാകുന്ന മുത്തുമാലകൾ നിന്റെ ഹൃദയാന്തർഭാഗത്ത് നിർമ്മിച്ചു ചാർത്തുന്നുണ്ടാകും. ഇവിടെ ചണ്ടാലിയുടെ ജലദാനം നിസ്സാരമായ ഒന്നല്ല. ദാഹാർത്തനായി വരുന്ന ഒരുവന് ജലം കൊടുക്കുന്നത് തന്നെ പുണ്യകർമ്മമാണ്. ഇവിടെയാകട്ടെ ദാഹാർത്തൻ ബുദ്ധശിഷ്യനായ ആനന്ദന് ആ പുണ്യാത്മാവിൻ്റെ ദാഹം ശമിപ്പിച്ചതുകൊണ്ട് അനന്തമായ പുണ്യസാമ്രാജ്യം മാതങ്കി നേടിയിരിക്കുന്നു. ശ്രീബുദ്ധൻ്റെ ധർമ്മോപദേശം കൊണ്ട് നിർവാണ പദപ്രാപ്തിക്ക് മാതങ്കി അർഹയായി തീർന്നത് ഈ പ്രവൃത്തി കൊണ്ടാണല്ലോ. സുഹൃതങ്ങളെ മുത്തുമാലകളാക്കി അഭേദം കൽപ്പിച്ചിരിക്കുന്നതിനാൽ അലങ്കാരം രൂപകമാണ്. അവർണ്യത്തോട് വർണ്ണ്യത്തിന് അഭേദം ചൊൽക രൂപകം എന്ന അലങ്കാരം കൂടി മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. സുഹൃതഹാരങ്ങൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് അതിലെ പദങ്ങളുടെ അർത്ഥവും വരികളുടെ ആശയവും അതുപോലെ തന്നെ കാവ്യഭംഗിയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.